എ ഒരു ജോലി 15 ദിവസം കൊണ്ട് തീർക്കും. അതേ ജോലി എയും ബിയും കൂടി 6 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? അതിൽ നമുക്ക് തന്ന ഡീറ്റെയിൽസുകളൊന്ന് നമുക്കിവിടെ മാറ്റി എഴുതാം. ഒരു ജോലി 15 ദിവസം കൊണ്ട് തീർക്കും. എയും ബിയും കൂടി അതേ ജോലി 6 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമ്മളിത് ചെയ്യാൻ പോകുന്ന എൽസിഎം മെത്തേഡ് വെച്ചാണ്. അപ്പം 6, 15 രണ്ടിൻ്റെ എൽസിഎം നമുക്ക് 30 എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ദിവസത്തിനെ എൽസിഎം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 30/15 ചെയ്താൽ നമുക്കിവിടെ 2, 30/6 ചെയ്താൽ 5. അപ്പോൾ നമുക്ക് എയും A+Bയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബി ഏതാണ് ചോദിച്ചത്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. A+B എ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി മാത്രം കിട്ടില്ലേ. അപ്പോൾ ഈ 5 ഈ 2 കുറയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ 3 എന്ന് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ ബി ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലിയാണ് ഇവിടെ വരേണ്ട നമ്പറാണ് കിട്ടേണ്ടത്. നമ്മൾ ഇവിടെ ചെയ്തിരുന്നത് 30 ഈ നമ്പർ കൊണ്ട് ഡിവൈഡ്. അതേപോലെ തന്നെ ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാം. 30 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ നമുക്ക് 10 കിട്ടും. നമുക്ക് ബി 10 ദിവസം കൊണ്ട് ആ ജോലി തീർക്കുമെന്ന് മനസ്സിലാക്കാം. എ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. അതേ ജോലി എയും ബിയും കൂടി 4 ദിവസം കൊണ്ട് തീർക്കും. എങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ഡീറ്റെയിൽസ് ചെയ്താൽ എ ഒരു ജോലി 12 ദിവസം കൊണ്ട് തീർക്കും. എയും ബിയും കൂടി ആ ജോലി 4 ദിവസം കൊണ്ട് തീർക്കും. നമ്മളോട് ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ അങ്ങനെ ജസ്റ്റ് ലൈൻ വരയ്ക്കുക. ഇത് എൽസിഎം കാണാം. 12 4 എൽസിഎം നമുക്ക് 12 തന്നെ ആക്കിയെടുക്കാം. കാരണം ഈ 4 12 ഡിവൈഡ് ചെയ്യാൻ പറ്റും. 12 എൽസിഎം ആണെങ്കിൽ 12 ഡിവൈഡ് ബൈ 12 1, 12 ഡിവൈഡ് ബൈ 4 3. ഇത് നമുക്ക് കാണേണ്ടത് A+B തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട്. അങ്ങനെ ബി കാണാം. അപ്പോൾ A+B എ കുറച്ച് കഴിഞ്ഞാൽ ബി കിട്ടില്ലേ. അപ്പോൾ നമുക്കിവിടെ 3 നിന്ന് 1 കുറച്ചാൽ 2. അപ്പോൾ ഇനി ഇവിടെയാണ് നമുക്ക് എത്ര ദിവസമാണ് കിട്ടുക. ഓക്കെ, ദിവസം കിട്ടാൻ വേണ്ടി ഈ 12നെ 2 കൊണ്ട് ഹരിക്കാം. ഇത് ആൻസർ 6. നമ്മൾക്ക് 6 ദിവസം. എ ഒരു ജോലി 12 മണിക്കൂർ കൊണ്ട് തീർക്കും. അതേ ജോലി എയും ബിയും കൂടി 8 മണിക്കൂർ കൊണ്ട് തീർക്കും. എങ്കിൽ ബി ഒറ്റയ്ക്ക് ആ ജോലി തീർക്കാൻ എത്ര ഹവറുകൾ വേണം? ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റകൾ ഒന്നുകൂടെ എടുത്തേക്കാം. എ ഒരു ജോലി 12 ഇവിടെ ഹവേഴ്സ് 12 മണിക്കൂർ കൊണ്ട് തീർക്കും. എയും ബിയും കൂടി ആ ജോലി 8 മണിക്കൂർ കൊണ്ട് തീർക്കും. എങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര എന്നാണ് ചോദിച്ചത്. ഓക്കെ, നമുക്ക് 12ൻ്റെ 8ൻ്റെ എൽസിഎം കാണണം. 12ൻ്റെ 8ൻ്റെ എൽസിഎം എന്ന് പറഞ്ഞാൽ നമുക്ക് 24 ആണ്. 12ൽ 8 പോയില്ല. പിന്നെ 12ൻ്റെ ഡബിൾ എടുത്ത് നോക്കാം. 12 ഡബിൾ 24. 24 12ഉം ഡിവൈഡ് ചെയ്യും, 8ഉം ഡിവൈഡ് ചെയ്യും. 24 എൽസിഎം ആയിട്ട് എടുക്കും. ഈ 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ 2. ഞാൻ ഇവിടെ എഴുതി. 24 8 കൊണ്ട് എഴുതി 3. ഓക്കെ, ഇവിടെ എഴുതി. നമുക്ക് A+B തന്നിട്ടുണ്ട്, എയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ബി കാണാൻ A+B എ കുറച്ച് കഴിഞ്ഞാൽ ബിൻ്റെ കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ 3ൽ നിന്ന് 2 കുറച്ച് നമുക്ക് 1 കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ബി എത്ര ഹവേഴ്സാണ് കാണണം. അപ്പോൾ 24നെ ഈ ബിയുടെ എഫിഷ്യൻസി 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 24 ഹവേഴ്സ് വേണം ബിക്ക് ഒറ്റയ്ക്ക് ആ ജോലി തീർക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഒരു ജോലി 120 ദിവസം കൊണ്ട് ചെയ്യും.
അതേ ജോലി എക്സും വൈയും സെഡും കൂടി 40 ദിവസം കൊണ്ട് ചെയ്യും എങ്കിൽ വൈയും സെഡും ആ ജോലി തീർക്കാൻ എത്ര സമയം? നമുക്ക് ഇത്തരത്തിലുള്ള ഏത് ക്വസ്റ്റ്യൻ തന്നാലും നമുക്ക് ആദ്യം ഡാറ്റാസ് കൂടെ എടുത്തെഴുതാം. എക്സ് ഒരു ജോലി 120 ദിവസം. ഇനി എക്സും വൈയും സെഡും കൂടി ജോലി 40 ദിവസം ഡേയ്സാണ്. ശരി, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വൈയും സെഡും കൂടി ആ ജോലി ചെയ്യണമെങ്കിൽ എത്ര ദിവസം എടുക്കും? നമ്മൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതാം. 120 40 120 40ൻ്റെയും LCM കാണും. ഇതിൻ്റെ LCM 120 തന്നെ ആയിരിക്കും. കാരണം 40 120 ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് LCM 120 എടുക്കാം. ഈ 120 ഈ 120 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 120 ഈ 40 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസർ 3. അപ്പോൾ ഇവിടെ നമുക്ക് എക്സും വൈയും സെഡ് തന്നിട്ടുണ്ട്. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ എക്സും വൈയും സെഡിൽ നിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ വൈ പ്ലസ് സെഡ് കിട്ടും. ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. പ്ലസ് സെഡ് കിട്ടും. ഞാൻ നമ്മളിവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ 3ൽ നിന്ന് ഈ 1 കുറച്ച് കൊടുക്കാം. ഇവിടെ ആൻസർ നമുക്ക് 2 കിട്ടും. നമുക്ക് ഈ ഇവിടെ വരുന്ന ദിവസമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അതിന് വേണ്ടിയിട്ട് ഈ LCMമായ 120 നമ്മൾ ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. നമ്മൾ ആൻസർ 60 ഡേയ്സ്. എയും സിയും കൂടി ഒരു ജോലി 24 ദിവസം കൊണ്ട് ചെയ്യും. അതേ ജോലി എയും ബിയും സിയും കൂടി 16 ദിവസം കൊണ്ട് ചെയ്യും എങ്കിൽ ബി ആ ജോലി ഒറ്റയ്ക്ക് തീർക്കാൻ എത്ര സമയം വേണം? നമുക്ക് തന്ന ഡാറ്റകളൊന്നുകൂടെ എഴുതാം. നമുക്ക് എ പ്ലസ് 24 ദിവസം, എ പ്ലസ് ബി പ്ലസ് സി 16 ദിവസം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബി എത്ര ദിവസം കൊണ്ടാണെന്നാണ്. ഓക്കെ, ഇനി 24ൻ്റെയും 16ൻ്റെയും നമുക്ക് LCM കാണണം. 16 24 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ 24 ഡബിൾ എടുത്ത് നോക്കാം നമ്മൾ. അപ്പോൾ നമുക്ക് 48 നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം 3 16 48ആണ്. അതുപോലെ 2 24 48ആണ്. അപ്പോൾ 48ആണ് നമ്മളെ LCM. ഈ 48നെ ഈ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ 2 കിട്ടും. ഈ 48നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കിവിടെ 3 കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത് ഇവിടെ എന്തുണ്ട്? എ പ്ലസ് ബി പ്ലസ് സി ആണ്. ഇവിടെ AC ഉണ്ട്. ഈ 3 പേരിന് ഈ 2 പേരുടെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരാളത് കിട്ടും. എ പ്ലസ് ബി പ്ലസ് സി കുറയ്ക്കാം എ പ്ലസ് സി. ഇവിടെ ഇതിന് ബാക്കി ബി മാത്രമേ വരുള്ളൂ. ഈ 3ൽ നിന്ന് ഈ 2 കുറയ്ക്കുക. 3ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 1 കിട്ടും. അപ്പോൾ 48 ഡിവൈഡ് ബൈ 1. നമ്മളെ ആൻസർ 48 ദിവസം.